നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവത്തിലേക്ക് എന്ന ചാപ്റ്ററിൽ ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന കാര്യങ്ങളാണ് നോക്കുന്നത്. നമ്മളിപ്പോൾ എന്താണ് SCERT പാഠഭാഗങ്ങൾ വളരെ ചിട്ടയായിട്ട് ക്ലാസ്സുകളായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്ലാസ്സുകളൊന്നും കണ്ടിട്ടില്ലാത്ത കുട്ടികളാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്ലാസ് ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സമയമില്ലാതെ ക്ലാസ്സിലേക്ക് കടക്കാം. കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സമരങ്ങളെ ദുർബലപ്പെടുത്താൻ ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം. അപ്പം എന്താണ്, ബ്രിട്ടീഷ് ആധിപത്യത്തിൽ നിന്നും സ്വാതന്ത്ര്യം നേടുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പലതരത്തിലുള്ള മൂവ്മെൻറ്റുകൾ ഉണ്ടായി അല്ലേ. ആ മൂവ്മെൻറ്റുകളെയെല്ലാം ഒന്ന് ക്രോഡീകരിച്ച് എല്ലാവരെയും ഒരുമിപ്പിച്ച് നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടാൻ ഇൻ്റർനാഷണൽ കോൺഗ്രസ് ശ്രമിച്ചു. അപ്പോൾ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഇത്തരം സമരങ്ങളെയൊക്കെ ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷ് അധികാരികൾ പലതരം തന്ത്രങ്ങൾ ആവിഷ്കരിച്ചു. അവയിൽ പ്രധാനമായിരുന്നു ബംഗാൾ വിഭജനം അല്ലേ. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങളായ ബംഗാൾ പ്രവിശ്യയെ രണ്ടായി വിഭജിക്കുക എന്നതായിരുന്നു ലക്ഷ്യം. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായ ഭരണനിർവഹണത്തിന് വിഭജനം അനിവാര്യമാണെന്നും ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചു. അപ്പോൾ എന്താണ്, ബംഗാൾ പ്രവിശ്യ വളരെ ശക്തമായിട്ടുള്ളൊരു കേന്ദ്രമായിരുന്നു. അപ്പോൾ അതിനെ എന്ത് ചെയ്യുക, രണ്ടായിട്ട് വിഭജിച്ചു മാറ്റുക. നിലവിലുള്ള ബംഗാൾ പ്രവിശ്യ വളരെ വിസ്തൃതമാണെന്നും കാര്യക്ഷമമായിട്ടുള്ള ഭരണനിർവഹണത്തിന് വേണ്ടിയിട്ട് ഈ ഒരു വിഭജനം അനിവാര്യമാണെന്നുമാണ് ആര്, ബ്രിട്ടീഷ് വൈസ്രോയി ആയിരുന്ന കഴ്സൺ പ്രഭു വാദിച്ചത്. ബംഗാളിനെ കിഴക്കൻ ബംഗാൾ, പടിഞ്ഞാറൻ ബംഗാൾ എന്നിങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു. കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശവും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, ഒരുപാട് വൈവിധ്യങ്ങളുള്ളൊരു രാജ്യമായിരുന്നു അല്ലേ. നാട്ടുരാജ്യങ്ങളെല്ലാം വളരെ വൈവിധ്യത്തിൽ നിന്നിരുന്നപ്പോൾ അവയെല്ലാം ഒരുമിപ്പിച്ചുകൊണ്ട് ഒറ്റ രാഷ്ട്രം എന്നൊരാശയത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ അതിനൊക്കെ എത്രയോ നാൾ മുൻപ് തന്നെ മതത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ ഭിന്നത ഉണ്ടാക്കുന്നതിനുള്ള ആദ്യത്തെ ഒരു നാമ്പ് ഇവിടെ മുളപൊട്ടുകയാണ് ചെയ്തത് അല്ലേ. എന്താ, കിഴക്കൻ ബംഗാൾ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടും പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിട്ട് മാറി. വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 എന്നാണ് ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. 1905 ഒക്ടോബർ 16 ബംഗാൾ വിഭജനം നിലവിൽ വന്നത്. വിഭജനം നിലവിൽ വന്ന 1905 ഒക്ടോബർ 16 ബംഗാളിലുടനീളം ദുഃഖാചരണം നടന്നു. കൽക്കത്തയിൽ ഹർത്താൽ ആചരിച്ചു. രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനവും ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചു. അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്, രവീന്ദ്രനാഥ് ടാഗോർ രചിച്ചതാണ് അമർ സോണാർ ബംഗ്ല. എന്താണ് അമർ സോണാർ ബംഗ്ല? അത് ആലപിച്ചത് ഏത് പശ്ചാത്തലത്തിലാണ്? ബംഗാൾ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ ദുഃഖാചരണം നടന്നപ്പോഴാണ് ഈ ഒരു ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ട് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചത്. ഈ പ്രതിഷേധങ്ങൾ ഒരു വലിയ സമരമായിട്ട് മാറി. ഇത് സ്വദേശി പ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഈ പ്രതിഷേധങ്ങൾ അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഈ പ്രതിഷേധങ്ങൾ സ്വദേശി പ്രസ്ഥാനം എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായ ഒരു കുതിച്ചുചാട്ടമുണ്ടായത് സ്വദേശി പ്രസ്ഥാനത്തോടു കൂടിയാണ്. അപ്പോൾ എന്താണ്, ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് ശക്തമായിട്ടുള്ള ഒരു കുതിച്ചുചാട്ടമുണ്ടായത് ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തോട് കൂടിയാണ്. ഇവിടെ നമ്മൾ പഠിച്ചു വെക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളൊന്ന് നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് ബംഗാൾ വിഭജനം നിലവിൽ വന്നത് 1905 ഒക്ടോബർ 16 അതൊന്ന് പഠിച്ചു വെക്കുക. ബംഗാൾ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൽക്കത്തയിലെ തെരുവുകളിലെല്ലാം ഹർത്താൽ ആചരിക്കുകയും ദുഃഖാചരണം നടക്കുകയൊക്കെ ചെയ്ത സമയത്ത് രവീന്ദ്രനാഥ് ടാഗോർ രചിച്ച അമർ സോണാർ ബംഗ്ല എന്ന ദേശഭക്തി ഗാനം ആലപിച്ചുകൊണ്ടാണ് ജനങ്ങൾ തെരുവുകളിൽ സംഘടിച്ചത്. അപ്പോൾ അമർ സോണാർ ബംഗ്ല രചിച്ചതാരാണ്? രവീന്ദ്രനാഥ് ടാഗോർ ആണെന്ന് മനസ്സിലാക്കുക. ബംഗാൾ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ കിഴക്കൻ ബംഗാൾ ഒരു മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായിട്ടും പടിഞ്ഞാറൻ ബംഗാൾ പടിഞ്ഞാറൻ ബംഗാൾ ഹിന്ദു ഭൂരിപക്ഷ പ്രദേശവുമായിട്ടാണ് വിഭജിക്കപ്പെട്ടത് എന്നും മനസ്സിലാക്കുക. ഇനി നമുക്ക് നോക്കാം,
ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമരരീതി. അപ്പോൾ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഒരു പ്രധാന സമരരീതി എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട സമരരീതി. സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം. അപ്പോൾ ബംഗാൾ വിഭജനത്തിൻ്റെ പശ്ചാത്തലത്തിൽ രൂപം കൊണ്ട സ്വദേശി പ്രസ്ഥാനം അതിൻ്റെ പ്രധാന ആശയം എന്ന് പറയുന്നത് ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗവും ബ്രിട്ടീഷ് വസ്തുക്കളുടെ ബഹിഷ്കരണവുമായിരുന്നു. ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ പ്രധാന സമര രീതി എന്ന് പറയുന്നത് ഇതായിരുന്നു. ഒപ്പം എന്താണ്, സ്വാശ്രയം എന്നതായിരുന്നു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ പ്രധാനപ്പെട്ട ആശയം. സ്വദേശി വ്യവസായങ്ങളും മറ്റ് സംരംഭങ്ങളും വിജയിപ്പിക്കുക എന്നതാണ് ഇതിൻ്റെ ഒരർത്ഥം. ബ്രിട്ടീഷ് ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിക്കുകയും അങ്ങനെ സർക്കാരിന് കച്ചവടത്തിലൂടെ ലഭിക്കുന്ന വരുമാനം ഇല്ലാതെയാക്കുകയുമാണ് സ്വദേശി സമരത്തിൻ്റെ ലക്ഷ്യം. ഇതിൻ്റെ ഭാഗമായിട്ട് അവർ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്തതെന്ന് നോക്കിയാൽ നിരവധി തുണി മില്ലുകൾ, സോപ്പ് നിർമ്മാണശാലകൾ, തീപ്പെട്ടി ഫാക്ടറികൾ, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികളൊക്കെ എന്ത് ചെയ്തു, ആരംഭിച്ചു. സ്വദേശി പ്രസ്ഥാനം ലക്ഷ്യം വെക്കുന്നത് വിദേശ വസ്തുക്കളെ ബഹിഷ്കരിച്ചുകൊണ്ട് ഇന്ത്യൻ വസ്തുക്കളുടെ ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ. അപ്പോൾ അത്തരത്തിൽ ഇന്ത്യൻ വസ്തുക്കൾ ആൾക്കാർക്ക് അത്രയും നല്ല തോതിൽ ലഭ്യമാകണമെങ്കിൽ എന്ത് ചെയ്യണം? നിരവധി തുണിമില്ലുകൾ സ്ഥാപിച്ചു, സോപ്പ് നിർമ്മാണശാലകൾ സ്ഥാപിച്ചു, തീപ്പെട്ടി ഫാക്ടറികൾ സ്ഥാപിച്ചു, കൈത്തറി സ്ഥാപനങ്ങൾ, ദേശീയ ബാങ്കുകൾ, ഇൻഷുറൻസ് കമ്പനികൾ എന്നിവയെല്ലാം എന്താണ്, ഈ ഒരു സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിക്കുകയാണ് ഉണ്ടായത്. ആചാര്യ PC റോയി ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ, രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, ടാറ്റ സ്ഥാപിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയെല്ലാം എന്താണ്, സ്വദേശി സമരത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടവയാണ്. അപ്പോൾ സ്വദേശി സമരത്തിൻ്റെ അല്ലെങ്കിൽ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ട പ്രധാനപ്പെട്ട കുറച്ച് എന്താണ് കമ്പനികൾ നോക്കുകയാണെങ്കിൽ ആചാര്യ PC റോയി ആരംഭിച്ച ബംഗാൾ കെമിക്കൽ സ്റ്റോർ. അപ്പോൾ ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത് ആരാണ്? ആചാര്യ PC റോയി ആണ് ബംഗാൾ കെമിക്കൽ സ്റ്റോർ ആരംഭിച്ചത്. രവീന്ദ്രനാഥ് ടാഗോർ തുടക്കമിട്ട സ്വദേശി സ്റ്റോർ, വി ചിദംബരം പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച സ്വദേശി സ്റ്റീം നാവിഗേഷൻ കമ്പനി, അതുപോലെ ടാറ്റ ആരംഭിച്ച സ്റ്റീൽ ഫാക്ടറി എന്നിവയും സ്വദേശി സമരത്തിൻ്റെ ഭാഗമായിട്ട് രൂപം കൊണ്ടവയാണ്. ഈ സ്വദേശി പ്രസ്ഥാനം എങ്ങനെയാണ് കൂടുതൽ എന്താണ് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയത് എന്ന് നോക്കുകയാണെങ്കിൽ ഇത്തരം പ്രചാരണ പരിപാടികളൊക്കെ സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ആശയങ്ങളെക്കുറിച്ച് അവബോധമുണ്ടാക്കുകയും ഇന്ത്യൻ ജനതയിൽ വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. ഇന്ത്യൻ ജനതയിൽ വലിയ ഇങ്ങനൊരു സ്വാധീനം ഉണ്ടാക്കി. ഇതിലൂടെ ഇന്ത്യയിലെ സാധാരണക്കാരും സ്ത്രീകളും വിദ്യാർത്ഥികളും ആദ്യമായിട്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ പങ്കാളിയായിട്ട് മാറി. ഈ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം സാംസ്കാരികം, വിദ്യാഭ്യാസം, സാമ്പത്തികം, രാഷ്ട്രീയം എന്നീ മേഖലകളിലും അനുഭവപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം എന്താണ്, ദേശീയ തലത്തിലേക്ക് വ്യാപിപ്പിക്കാനും സ്വദേശി എന്ന പുതിയ സമരമാർഗം സ്വാതന്ത്ര്യ സമരത്തിന് സംഭാവന ചെയ്യാനും സ്വദേശി പ്രസ്ഥാനത്തിന് സാധിക്കുകയും ചെയ്തു. അപ്പോൾ എന്താണ്, സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ഒരു ചോദ്യത്തിൽ ചോദിക്കുകയാണ് നമ്മളോട്, സ്വദേശി പ്രസ്ഥാനം ദേശീയ സമരത്തെ സാധാരണക്കാരിലേക്ക് എത്തിച്ചു. ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണോ എന്ന് ചോദിച്ചാൽ എന്താണ്, ആ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അപ്പോൾ നമുക്ക് ഈ കാര്യങ്ങളൊന്നും കൂടി വ്യക്തമായില്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ബംഗാൾ വിഭജനവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് പാഠപുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത്.